അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാലിസ്, 3-ാമത്തെ പാഠം. അദ്ദിമാ ഉത്തബിയ്യ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് എനിക്ക് ആർത്തവമുണ്ടായി. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി ഞാൻ കരഞ്ഞു. എന്തു പറ്റി ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു. സാജിദ വായന തുടർന്നു. അവൾ പുസ്തകത്തിന്റെ പേജ് മറിച്ചു. അപ്പൊ നമ്മളിപ്പോ മുന്നിൽ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, സാജിദ എന്ന് പറയുന്ന ഒരു കുട്ടി വായിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് മുൻഭാഗത്ത് കാട്ടിയിരിക്കുന്നത്. നോക്കൂ, ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാ, എനിക്ക് ഇസ്തിഹാലത്തുണ്ട്, ഞാൻ നിസ്കാരം ഒഴിവാക്കണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തിഹാലത്ത് രോഗമാണ്, അത് ഹൈലല്ല. ഹൈലുണ്ടായാൽ നിസ്കാരം ഒഴിവാക്കുക. ഇസ്തിഹാലത്തുണ്ടായാൽ കഴുകി നിസ്കരിക്കുക. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈല്, നിഫാസ്. രോഗരക്തമാണ് ഇസ്തിഹാലത്ത്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. ഹൈല് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹൈലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. സാധാരണയിൽ 6-7 ദിവസം രക്തം കാണും. ഹൈല് രക്തത്തിന്റെ കൂടിയ പരിധി 15 ദിവസമാണ്. 2 ഹൈലിന്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ്. കൂടിയത് എത്രയുമാകാം. പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അത് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ് ഉണ്ടാവുക. ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. ഹൈലിന്റെയും നിഫാസിന്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. നോമ്പ് ഖളാ വീട്ടണം. എന്നാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. മാത്രമല്ല അത് ഹറാമുമാണ്. ഇസ്തിഹാലത്തിന്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം. ഉമ്മ വിളിച്ചു. സാജിദ. അവൾ വായന നിർത്തി ഉടനെ ഉമ്മയുടെ അടുത്തെത്തി. അപ്പൊ ഈ പാഠത്തിൽ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ സാജിദ എന്ന് പറയുന്ന ഒരു കുട്ടി വായിക്കുന്ന ഒരു പാഠം, ഒരു ചരിത്രമാണ് നമുക്കിവിടെ കാട്ടിയിരിക്കുന്നത്. ഈ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ നന്നായി വായിച്ച് ഈ പാഠം മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇദാ അഖ്ബലത്തിൽ ഹൈലതു ഫദഇസ് സ്വലാ. അതിന്റെ അർത്ഥം നോക്കൂ, ഹൈൽ ഉണ്ടായാൽ നീ നിസ്കാരം ഉപേക്ഷിക്കുക. ഇനി നോക്കൂ, തദ്രീബാത്ത്. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നുഅരിഫ്, നിർവചനം എഴുതാനുള്ളതാണ്. 1. അൽ ഹൈല്, അതിനെ കുറിച്ചിട്ട് നമ്മൾ നിർവചനം എഴുതണം. നോക്കൂ, പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. 2. നിഫാസ്, പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. 3. അൽ ഇസ്തിഹാലത്ത്, അതിനെ കുറിച്ചിട്ട് നമ്മളൊരു നിർവചനം എഴുതണം. നിർവചനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനീഷനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. ഇനി നമുക്ക് തദ്രീബാത്തിലെ 2-ാമത്തെ പ്രവർത്തനം നോക്കാം. നോക്കൂ, നംലഉൽ ജദ്വൽ, പട്ടിക നിറയ്ക്കാനുള്ളതാണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന കോളങ്ങളിൽ നമ്മൾ എന്താണ് അവിടെ എഴുതേണ്ടത് അതവിടെ എഴുതി കൊടുക്കണം. അതായത് ഹൈല്, അൽ കലീൽ എന്നുള്ള ബോക്സിൽ, ഹൈലിന്റെ നേരെയുള്ള ബോക്സിൽ കുറഞ്ഞ പരിധി, കൂടിയത്, സാധാരണ, അതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഴുതാനുള്ളതാണ്. നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, അൽ ഹൈല്, അതിന്റെ നേരെയുള്ള ബോക്സ് കണ്ടോ? അൽ കലീൽ,
അതിന്റെ താഴെയിട്ട് വരും അൽ കലീൽ, ചുരുങ്ങിയത് 24 മണിക്കൂർ. അൽ കസീർ, അതായത് കൂടിയത്, ഹൈലിൽ കൂടിയത് 15 ദിവസം. അൽ ഗാലിബ്, അതായത് സാധാരണ, ഹൈല് സാധാരണ 6-7 ദിവസം. അടുത്തത് നോക്കൂ, നിഫാസ്. അൽ കലീൽ, ചുരുങ്ങിയത് 1 നിമിഷം. അൽ കസീർ, കൂടിയത് 60 ദിവസം. അൽ ഗാലിബ്, സാധാരണ 40 ദിവസം. അടുത്തത് നോക്കൂ, അത്തൊഹറു ബൈനൽ ഹൈലൈനി, 2 ഹൈലിനിടയിലുള്ള ശുദ്ധിയുടെ കാലം. അൽ കലീൽ, ചുരുങ്ങിയത് 15 ദിവസം. അൽ കസീർ, കൂടിയത് എത്രയും ആവാം, അതായത് പരിധിയില്ല. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ആ കോളത്തിൽ അതൊക്കെ എഴുതുക. ഇനി നമുക്ക് തദ്രീബാത്തിലെ അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ, തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഇസ്തിഹാലത്തുകാരി നിസ്കരിക്കുന്നതിന്റെ വിധി. ഉത്തരം നിർബന്ധം. 2. ഹൈല്, നിഫാസ് എന്നിവ പുറപ്പെടുന്നത് എവിടെ നിന്ന്? ഉത്തരം ഗർഭാശയത്തിൽ നിന്ന്. 3ാമത്തെ ചോദ്യം, ഹൈല് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 9 വയസ്സ്. 4ാമത്തെ ചോദ്യം, ഹൈലുകാരി നിസ്കാരം ഖളാ വീട്ടുന്നതിന്റെ വിധി എന്ത്? ഉത്തരം ഹറാം. 5ാമത്തെ ചോദ്യം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞത് എന്തിനായിരുന്നു? ഉത്തരം ഹജ്ജിനു വേണ്ടി അവർ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ആർത്തവമുണ്ടായി. അപ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. 6ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ സമാധാനിപ്പിച്ചത് എങ്ങനെ? ഉത്തരം ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹായെ ആശ്വസിപ്പിച്ചു. 7ാമത്തെ ചോദ്യം, ഈ പാഠത്തിൽ പറഞ്ഞ സാജിദ എങ്ങനെയുള്ള കുട്ടിയാണ്? ഉത്തരം അവൾ നല്ല വായനാശീലമുള്ള കുട്ടിയും നല്ല അനുസരണയുള്ള കുട്ടിയുമാണ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നക്തുബ്, എഴുതാനുള്ളതാണ്. ഇവിടെ കൊടുത്തത് അതുപോലെ അപ്പുറത്തുള്ള ആ കോളങ്ങളിൽ എഴുതാനുള്ളതാണ്. നോക്കൂ, ഹൈല്, അത് അതുപോലെ എടുത്തിട്ട് അപ്പുറത്തെ വരിയിൽ എഴുതുക. നിഫാസ്, ഇസ്തിഹാലത്ത്, പ്രസവം, ഗർഭാശയം, സ്ത്രീ. അദ്ദിമാഉ തബീഇയ്യ, അത് അതുപോലെ എടുത്തിട്ട് ആ കോളത്തിൽ എഴുതുക. രക്തം, ഖളാഉൻ, പ്രായം, നജസുൻ, 15, ഹറാമുൻ, സാജിദ, ആയിഷ, കരഞ്ഞു, ഹജ്ജുൻ, വീട്ടുക. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ അതുപോലെ എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ആ കോളങ്ങളിൽ എഴുതുക. ഇനി നമുക്ക് തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നോക്കാം. നഖ്റഅ്, വായിക്കാനുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമ്മൾ വായിക്കാനുള്ളതാണ്. നോക്കൂ, തബിയത്തുൻ, പ്രകൃതി, ദിമാഉൻ, രക്തങ്ങൾ, ഹൈലുൻ, ആർത്തവ രക്തം, നിഫാസുൻ, പ്രസവ രക്തം, ഇസ്തിഹാലത്തുൻ, രോഗരക്തം. ഇതൊക്കെ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ, അതായത് അദ്ദിമാഉ തബീഇയ്യ, പ്രകൃതി രക്തങ്ങൾ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറിപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഹെഡിങ് കൊടുക്കണം. അദ്ദിമാഉ തബീഇയ്യ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് എഴുതുക. നോക്കൂ, സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈല്, നിഫാസ്. ഇവയല്ലാതെ പുറപ്പെടുന്ന രക്തം ഇസ്തിഹാലത്താണ്. ഇസ്തിഹാലത്ത് രോഗരക്തമാണ്. ഇനി അടുത്ത് നോക്കൂ, ഹൈല് എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. ഹൈല് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹൈലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. സാധാരണയിൽ 6-7 ദിവസം രക്തം കാണും. ഇതിന്റെ കൂടിയ പരിധി 15 ദിവസമാണ്. 2 ഹൈലിന്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ്. കൂടിയത് എത്രയുമാകാം. ഇനി നോക്കൂ, നിഫാസ് എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. നിഫാസ് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ് ഉണ്ടാവുക. ഇനി അടുത്തത് ഇസ്തിഹാലത്ത് എന്ന് ഹെഡിങ് കൊടുക്കുക. ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തിഹാലത്ത് രോഗമാണ്, അത് ഹൈലല്ല.
ഹൈലുണ്ടായാൽ നിസ്കാരം ഒഴിവാക്കുക. ഇസ്തിഹാലത്തുണ്ടായാൽ കഴുകി നിസ്കരിക്കുക. ഇസ്തിഹാലത്തിന്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം. എന്നാൽ ഹൈലിന്റെയും നിഫാസിന്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. നോമ്പ് ശുദ്ധിയായതിനു ശേഷം ഖലാ വീട്ടണം. എന്നാൽ നിസ്കാരം ഖലാ വീട്ടേണ്ടതില്ല. മാത്രമല്ല നിസ്കാരം ഖലാ വീട്ടൽ ഹറാമുമാണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.